Hello everyone, welcome to the channel Girdan Spectrum. ഞാൻ അരുൺ. ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിലെ KSRTC റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിലെ ഒരു യാത്രയാണ്. ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കുന്നതാണ്. അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണുക. അതിലാണ് ഈ ബസ് എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണുന്നത് ആ ബസ്സിൽ പോയിട്ട് അവിടെ ബസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂവും ബസ് എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചൊക്രാമുടി പീക്കാണ്. കേരളത്തിലെ മൂന്നാമത്തെ വലിയ പീക്കാണ് ചൊക്രാമുടി പീക്ക്. കേരളത്തിലെ ഏറ്റവും വലിയത് ആനമുടി പീക്കാണ്. കഴിഞ്ഞ സ്പോട്ടിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടങ്ങി. ബസ്സിൽ നിന്നുള്ള പുറത്തേക്ക് കാണുമ്പോഴുള്ള വ്യൂ ഒന്നും പറയാനില്ല, ഭയങ്കര അടിപൊളിയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ബസ്സിൽ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അത്ര മനോഹരമാണ് പുറത്തുള്ള കാഴ്ചകൾ. അടുത്തത് ഞങ്ങൾ ഇറങ്ങിയത് റോക്ക് ക്ലേവ് കാണാനാണ്. മലൈക്കള്ളൻ കേവ് എന്നും ഇതിനെ പറയാറുണ്ട്. ഇവിടെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു കേവ് നമുക്ക് കാണാം. അതിന് കുറച്ചൊക്കെ നമുക്ക് നടക്കാനും അതിനുള്ളിലൂടെ നടക്കാൻ സാധിക്കും. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. റോക്ക് ക്ലേവിൽ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറത്ത് കാണുന്ന മലനിരകളുടെ വീഡിയോ ഒക്കെ എടുത്ത് അടുത്ത് കാണുന്ന കടയിൽ നിന്നൊരു ചായയും കുടിച്ച് വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടർന്നു. ഇതാണ് KSRTCയുടെ മറ്റൊരു ഡബിൾ ഡെക്കർ ബസ്. ഇതിൻ്റെ സീറ്റ്സ് ഒരു റെഡ് കളറിലാണ്. ഈ കളറിൽ മാത്രമേ ഈ രണ്ട് ബസ്സിനും വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരേപോലെ തന്നെയാണ്. കുറച്ചുകൂടി കൂടുതൽ നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നിയത് ഈ ഒരു ബ്ലൂ കളറിലുള്ള ബസ്സാണ്.
താഴെ കാണുന്ന ആ ഒരു അരുവി പോലെ നമുക്ക് ഇവിടുന്ന് തോന്നിക്കുന്നതാണ് ആനയിറങ്ങൽ ഡാം. അതിൻ്റെ പിന്നിൽ കാണുന്ന മലനിരകളാണ് കൊളുക്കുമല എന്ന് പറയുന്നത്. അവിടെ രാവിലെ ട്രെക്കിങ്ങിന് പോയാൽ സൺറൈസ് നല്ല മനോഹരമായി കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തു നിന്നാണ് പണ്ട് അരിക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാനയെ പിടിച്ചു കൊണ്ടുപോയത്. ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് ബസ്സിൽ കയറി KSRTC സ്റ്റാൻഡിൽ തന്നെ പോയി യാത്ര അവസാനിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ നല്ല കമൻറ്റ്സ് കൂടി ഒന്ന് ഇടണം.